ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് ഓപ്ഷണൽ സബ്ജക്ട്സ് UPSC സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി എങ്ങനെയാണ് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക എന്നതിനെ കുറിച്ചാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. UPSC ഓപ്ഷണൽ സബ്ജക്ട്സിനെ 48 ഓപ്ഷണൽ സബ്ജക്ട്സ് ആണ് ഉള്ളത്. അതിൽ 25 കോർ സബ്ജക്ട്സ് ഉണ്ട്, 22 ലിറ്ററേച്ചർ ഓപ്ഷനിലും ഉണ്ട്. എത്രയെണ്ണം ഉണ്ട്? 48 ഓപ്ഷണൽ സബ്ജക്ട്സ് ആണ് UPSC ഉള്ളത്. 25 കോർ സബ്ജക്ട്സും 22 ലിറ്ററേച്ചർ ഓപ്ഷണൽസും. പിന്നെ നോക്കാം ഏതൊക്കെയാണ് കോർ സബ്ജക്ട്സ് ആൻഡ് ലിറ്ററേച്ചർ ഓപ്ഷണൽസ് എന്ന് നോക്കാം. അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് വെറ്റിനറി സയൻസ്, ആന്ത്രോപോളജി, ബോട്ടണി, കെമിസ്ട്രി, സിവിൽ എഞ്ചിനീയറിംഗ്, commerce and accountancy, economics, electrical engineering, geography, geology, history, law, management, mathematics, mechanical engineering, medical science, philosophy, physics, political science and international relations, psychology, public administration, sociology, statistics, zoology. ഇതൊക്കെയാണ് എന്ത് കോർ സബ്ജക്ട്സ്. കോർ ഓപ്ഷണൽ സബ്ജക്ട്സ് ഏതൊക്കെയാണ് ഒന്നുകൂടി പറയാം. അഗ്രികൾച്ചർ, animal husbandry and veterinary science, anthropology, botany, chemistry, civil engineering, commerce and accountancy, economics, electrical engineering, geography, geology, history, law, management, mathematics, mechanical engineering, medical science, philosophy, physics, political science and international relations, psychology, public administration, sociology, statistics, zoology. ഇതാണ് എന്ത് UPSC ഓപ്ഷണലിന്റെ കോർ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇനി ലിറ്ററേച്ചർ ആണ് വരുന്നത്. ഇതിനകത്തെ ലിറ്ററേച്ചർ ഓഫ് എനി ഓഫ് ദ ഫോളോവിങ് ലാംഗ്വേജസ്, അതായത് ഈ ഫോളോവിങ് ലാംഗ്വേജസിൽ ഏതെങ്കിലും ഒരെണ്ണം, അതിന്റെ ലിറ്ററേച്ചർ ആണ് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? അതിനകത്ത് എന്തുണ്ട്? മലയാളവും ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, നേപ്പാളി ഉണ്ട്, മറാത്തി ഉണ്ട്, ഒറിയ ഉണ്ട്, പഞ്ചാബി ഉണ്ട്, സാൻസ്ക്രിറ്റ് ഉണ്ട്. ഇത്രയും കൊടുത്തിരിക്കുന്ന 22 ലാംഗ്വേജസ് ഉണ്ട്. അതിലേതാണോ അതിലെ ഒരു ലാംഗ്വേജിന്റെ ലിറ്ററേച്ചർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം 25 കോർ സബ്ജക്ട്സും 22 ലിറ്ററേച്ചർ. അങ്ങനെ എത്രയാണ് ടോട്ടൽ? 48 ഓപ്ഷണൽ ആണ് നമുക്കുള്ളത്. പിന്നെ മോസ്റ്റ് സ്കോറിംഗ് ഓപ്ഷൻസ് ഇൻ UPSC CSE, അതായത് UPSC സിവിൽ സർവീസ് എക്സാമിൽ കൂടുതലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷണൽസ് 5 പറഞ്ഞേക്കുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, 1 പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്, 2 ജിയോഗ്രഫി, 3 ഹിസ്റ്ററി, 4 ഫിലോസഫി, 5 പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. എന്താണ് ഈ സബ്ജക്ട്സ് എടുത്താൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് എന്ത് പറയുന്നത്. പിന്നെ ഒരു സബ്ജക്ട് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ത് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന സബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചെന്താ മാത്തമാറ്റിക്സ് ആണ്, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് എനിക്ക് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ജിയോഗ്രഫിയോ ഒക്കെ എടുത്തിട്ട് അതിൽ ഒത്തിരി സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ എന്താണ് ഒരു ഓപ്ഷണൽ സബ്ജക്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻ. എന്ത് ചെയ്യണം? എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, എനിക്കൊരു ഇഷ്ടമുള്ള സബ്ജക്ട്സ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഞാൻ എന്റെ സിവിൽ സർവീസ് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന സബ്ജക്ട്സ് ഇതാണ്, ഇങ്ങനെയാണ് ഗൂഗിൾ പറഞ്ഞിരിക്കുന്നത്, അല്ലെ ഇങ്ങനെയാണ് എല്ലാവരും പറഞ്ഞു കേട്ടിരിക്കുന്നത് എന്നൊന്നും ഓർത്തിട്ട് എന്ത് ചെയ്യരുത്, ഒരു സബ്ജക്ട് ചൂസ് ചെയ്യരുത്. പകരം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, അല്ലെ എനിക്ക് ഇൻട്രസ്റ്റ് ആ ഒരു സബ്ജക്ട് പഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, അങ്ങനെ ഒരു സബ്ജക്ട് മാത്രമേ എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കാവുള്ളൂ? UPSC CSE ഓപ്ഷണലിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാവുള്ളൂ. പിന്നെ എന്ത് ചെയ്യണം? സബ്ജക്റ്റിനെ നല്ല രീതിക്ക് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ സിലബസും കണ്ടന്റും നോക്കിയിരിക്കണം. അല്ലെ ഓക്കെ, എനിക്കറിയാവുന്ന സബ്ജക്റ്റ് ആണ്, എനിക്ക് ചെറിയ താല്പര്യമുണ്ട് സോഷ്യോളജി, പക്ഷെ സോഷ്യോളജിയുടെ സിലബസ് നോക്കിയാലല്ലേ അറിയത്തുള്ളൂ എന്താണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, എന്താണ് UPSC CSE മെയിൻസിൽ ഓപ്ഷനിൽ വരുന്നതെന്ന് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? സിലബസ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് സിലബസ് നോക്കി കുറെ കാര്യങ്ങൾ എനിക്ക് അതിനകത്ത് അറിയാം, അതിന്റെ റിസോഴ്സസ് എന്റെ കയ്യിലുണ്ട്, പക്ഷെ എല്ലാ കാര്യത്തിനും റിസോഴ്സസ് എന്റെ കയ്യിലില്ല, അത് കിട്ടാനും സാധ്യതയില്ല. കിട്ടിയാൽ തന്നെ നോക്കിയാൽ തന്നെ എനിക്ക് കുറച്ച് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു രീതിയിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു സബ്ജക്റ്റ് എടുക്കരുത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റിന്റെ റിസോഴ്സസ് ഫുള്ള്, സിലബസ് ആയിരുന്നു, നോട്ട്സ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? പ്രീവിയസ് ഇയർ ട്രെൻഡ്സ്. ഓക്കെ, എന്താണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ വന്ന പാറ്റേൺ,
അല്ലെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ട്രെൻഡ്സ് നമ്മൾ നോക്കിയിട്ട് വേണം ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാനായിട്ട്. ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ, ഒരു ബെസ്റ്റ് ഓപ്ഷണൽ സബ്ജക്ട് തിരഞ്ഞെടുക്കുന്നതിന് മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് അതിൽ എന്ത് ചെയ്യണം, അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഒരു സബ്ജക്റ്റിനെ നല്ല രീതിക്ക് മനസ്സിലാക്കിയിരിക്കണം, സിലബസ് അറിഞ്ഞിരിക്കണം, അതിന്റെ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം, റിസോഴ്സസ് എന്ത് ചെയ്യണം, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, അതായത് റിസോഴ്സസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ട്രെൻഡ്സും നോക്കണം. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ഓപ്ഷണൽ സബ്ജക്ട് നമ്മൾ ചൂസ് ചെയ്യാൻ. അല്ലാതെ ഏറ്റവും കൂടുതൽ സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്ട്സ്, അതായത് മോസ്റ്റ് സ്കോറിംഗ് സബ്ജക്ട്സ് ഇൻ UPSC ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു ക്രോമിൽ കൊടുത്തിരിക്കുന്നതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നതോ വെച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യരുത്, നമ്മൾ ആ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കരുത്. പകരം നമ്മുടെ ഇൻട്രസ്റ്റും ഇഷ്ടവും ഒക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ. സോ താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.